ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സദ്യകളിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമായ കിച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെള്ളരിക്ക കിച്ചടിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിലേക്കായിട്ട് ഞാനൊരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത്രയും മതിയാവും. ഈ ഒരു അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഒരു പീലറോ ഒരു കത്തിയോ ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ഇപ്പോൾ തൊലിയെല്ലാം നല്ലതുപോലെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ അകത്തെ സീഡ്സ് കളയണം. അതിലേക്കായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏത് രീതിയിലാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഞാൻ ഈ ഒരു രീതിയിലാണ് സാധാരണ കട്ട് ചെയ്യാറ്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അകത്ത് സീഡ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കഴുകിയെടുക്കുക. എന്നിട്ട് ഓരോ കഷ്ണവും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അടുപ്പിച്ചടുപ്പിച്ച് ഇതുപോലെ ഒന്ന് കീറി എടുക്കുക. നീളത്തിൽ കീറി എടുക്കുക. ഇതുപോലെ കിട്ടും. പിന്നെ ഇതൊരു കട്ടിംഗ് ബോർഡിലെങ്ങാനും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ചെറിയ പീസസ് ആയിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതൊരു കിച്ചടി ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ വേണമെങ്കിൽ വയ്ക്കാം. ഞാനിവിടെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം മതിയാകും. ഒത്തിരി വെള്ളം ഉപയോഗിക്കരുത്. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഇത് അടുപ്പിൽ വെച്ച് വേവിക്കും. ആ സമയം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എടുക്കുമ്പോൾ ഇതുപോലെ വെള്ള പാർട്ട് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ കിച്ചടി ഉണ്ടാക്കുമ്പോൾ അതിന് നല്ലൊരു കളർ കിട്ടത്തുള്ളൂ. അരക്കപ്പ് തേങ്ങ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ജീരകവും 1/2 ടേബിൾ സ്പൂൺ കടുകും. വെളുത്തുള്ളി താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഒത്തിരി വെള്ളം ചേർക്കരുത്. വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. ഉണ്ടോ, ഇതുപോലെ അരച്ചെടുക്കുക. ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഉണ്ടോ, ഇതുപോലെ തിക്കായിട്ട് അരച്ചെടുക്കേണ്ടത്. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന വെള്ളരിക്ക കഷ്ണങ്ങൾ ഒന്ന് ഇളക്കി കൊടുക്കുക. വളരെ കുറച്ച് മാത്രം വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ വേവിക്കാൻ വെച്ചത്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടാനായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കണ്ടോ, വെള്ളരിക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളരിക്ക വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ആ വെള്ള കളറൊക്കെ മാറി ഒന്ന് ട്രാൻസ്പാരൻ്റ് ആവും. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഈ വെള്ളരിക്കയ്ക്കും ഇനി നമ്മൾ തൈര് കൂടെ ചേർക്കുന്നുണ്ട്. അതിനും കൂടെ ചേർത്ത് ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചൊന്ന് വേവിക്കുക. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. 5 മിനിറ്റ് വെക്കേണ്ട കാര്യമില്ല, 2-3 മിനിറ്റ് വെച്ചാൽ മതിയാവും. എന്നിട്ട് എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി കണ്ട ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട കടുക് പൊട്ടിക്കാം. അതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് 2 വറ്റൽമുളക് കൂടെ മുറിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അങ്ങനെ താളിക്കാനുള്ളത് റെഡിയായി. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളരിക്ക കൂട്ടിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. കട്ടകളൊന്നുമില്ലാതെ തൈര് നല്ലതുപോലെ ഉടച്ചിട്ട് വേണം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. വേണമെങ്കിൽ മിക്സിയിൽ വെച്ചൊന്ന്
ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതിയാവും. തൈര് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഉണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്കത് കിട്ടുക. ഇനി അതിലേക്ക് അവസാനമായിട്ട് നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്നത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള കിച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല സ്വാദാണ്. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.